ഹായ്, നമ്മുടെ ചാണകം കൃഷ്ണകുമാറും മോളും കൂടെ പുതിയൊരു കലാവിരുദ്ധം കൊണ്ടുവന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഒരു അഭിപ്രായത്തിൽ കിളികൾക്ക് പാത്രം കൊണ്ടുവന്ന് ചാപ്പാട് കൊടുക്കണമായിരുന്നു. ഈയോടി നിന്റെ അടുത്ത് ആരെങ്കിലും നിർബന്ധിച്ചോ ചാത്രം കൊണ്ടുവന്ന് സഹായം കൊടുക്കാനായിട്ട്? അല്ല മോളെ, അച്ഛൻ പറഞ്ഞ ചരിത്രം മോക്ക് ഇഷ്ടപ്പെട്ടല്ലേ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കുട്ടിയാ, വെരി ഗുഡ്, ഇഷ്ടപ്പെട്ടു എനിക്കും. ശരി, കുഴപ്പമില്ല, നീ പറഞ്ഞതാണ് കറക്റ്റ്. നീ കിളികൾക്ക് ചാപ്പാട് കൊടുക്കുമ്പോഴും പാത്രം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്റെ അച്ഛൻ കിളികൾക്ക് ചാപ്പാട് കൊടുക്കണ കാര്യമല്ലല്ലോ പറഞ്ഞത്. സഹജീവികളായ മനുഷ്യരെ ഞാൻ കുഴി കുത്തി അതിനകത്ത് കഞ്ഞി ഒഴിച്ച് കൊടുക്കുമായിരുന്ന പ്രിവിലേജോടുകൂടി പറയുകയല്ലേ ചെയ്തത്. മോളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ അമ്മച്ചിയുടെ വീട്ടുകാർ എൻ്റെ അച്ഛനെ അടുപ്പിക്കാത്തത് എന്താണെന്ന് അറിയാമോ? അവിടെ ഈ പ്രിവിലേജ് ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവർ തന്നെ കാണുന്നത് ഇവരെ ഒരു വെപ്പാട്ടി സമ്പ്രദായം നടത്തിയിരുന്ന ടീമായിട്ടാണ്. ഞാനിത് പറഞ്ഞു നിനക്ക് നോവണ്ട. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തി ഉണ്ടായിരുന്നു, NSSന്റെ ഒക്കെ മെയിൻ കൊണാണ്ടറാണ്. പുള്ളിക്കാരൻ ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കഥ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആത്മചരിത്രമാണ്, ഓട്ടോബയോഗ്രഫി എന്ന് പറയും. അത് പോയെന്ന് എടുത്ത് വെച്ച് വായിച്ചു നോക്കണം കേട്ടോ, ഭയങ്കര സാധനമാണ്. അച്ഛൻ ഓർമ്മകളിൽ നിൽക്കുന്ന ഈ സാധനത്തിനേക്കാൾ ഒരു 60 വർഷം, അച്ഛനിപ്പോൾ ഒരു 50-55, ഒരു 5 കൊല്ലം മുമ്പുള്ള ചരിത്രം വരെ, 60 കൊല്ലം മുമ്പ് വരെ ഈ കുഴികുത്തി കൊടുക്കുന്ന സമ്പ്രദായം ഉള്ളത്. അതേയോടൊപ്പം തന്നെ മറ്റൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ 4 പേരല്ലേ, സംബന്ധം കൂടാൻ അല്ലെങ്കിൽ നമ്പൂരിശൻ വന്നാൽ 4 വേളി നിങ്ങളെ വീട്ടിൽ നിന്ന് കഴിക്കും. ഒരേ നമ്പൂരിശൻ 4 പേരെ അവിടെ വെച്ചേക്കും. വെപ്പാട്ടി സമ്പ്രദായം എന്ന് പറയും. നായന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതര സമ്പ്രദായമാണ്. ഇനി നമുക്ക് മന്നത്ത് പത്മനാഭന്റെ കാര്യം പറയാം. മന്നത്ത് പത്മനാഭൻ ആരാന്നറിയോ? അതാണ് കുഴപ്പം. പുള്ളിക്കാരനേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ മമ്മീനെ വെപ്പാട്ടിയാക്കി വെച്ചിരുന്ന ഒരു നമ്പൂരിശൻ ഉണ്ടായിരുന്നു. നമ്പൂരിശൻ പറഞ്ഞു, നോ, എന്നെ നീ ഉമ്മ അച്ഛന്ന് വിളിക്കാൻ പാടില്ല, അപ്പൻ എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ നമ്പൂരിശിയാൻ പറക്കണം, അതായത് അന്തർജനത്തിന് പറക്കണം. നീ പറഞ്ഞത് വെപ്പാട്ടിക്കാണ്, അതുകൊണ്ട് അനക്ക് എന്നെ അഭ എന്ന് വിളിക്കാനുള്ള അധികാരമില്ല. ചെറുക്കന് വിഷമമായി. 12 വയസ്സ് മാത്രമുള്ള ചെറുക്കൻ ഭയങ്കരമായി ദേഷ്യം വന്നു. ആരാ? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന് ദേഷ്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റായി സ്വന്തം അമ്മയെ മറ്റൊരുത്തനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് അവനെ അപ്പ എന്ന് വിളിച്ച് പ്രതികാര നടപടി നടത്തി. അതേ നടക്കുള്ളൂ. അപ്പോഴും ആ അപ്പൻ നായരായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, തേലിയായി. നമ്പൂരിയാണെങ്കിൽ അപ്പോഴും അപ്പ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നായർക്ക് ഈ നമ്പൂരീശാനിൽ ഉണ്ടാകുന്ന കുട്ടികൾ കൊശവന്മാരും, നമ്പൂരീശാർക്ക് അന്തർജനത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ ഉണ്ണിയമ്പൂരി ആണ്. അതൊരു ഭീകര ചരിത്രമാണ് മോളെ. അത വെച്ച് എന്തെങ്കിലും ട്രോൾ ഉണ്ടാക്കി കാണട്ടെ നമ്മൾ. അതാണ് ഒരു സൂപ്പർ സാധനം. വീട്ടിൽ 4 പെണ്ണുങ്ങളും കൂടെ ചേർന്ന് നമ്പൂരിയേശാന് വെപ്പാട്ടിയായിട്ട് പോകുന്ന ഒരു റീലും കൂടി ഇടും. ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. മോള് പക്ഷെ വീട്ടിൽ കാണിക്കുന്നൊക്കെ വേറെ രീതികളാണല്ല. കാര്യമൊക്കെ കൊള്ളാൻ കുട്ടി, മോഡേണിസമൊക്കെ നല്ലതാണ്. ഈ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആധുനികത നമ്മളുടെ ഉള്ളിലേക്ക് വരികയും അത് കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യും. എല്ലാം നമ്മൾ സമ്മതിച്ചു. താൻ കാണിക്കുന്ന എല്ലാ പേക്കൂത്തും സമ്മതിച്ചു. അച്ഛൻ്റെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ മോളുടെ പേക്കൂത്തുകൾ വളരെ ടാലൻ്റായിട്ട് വളരെ പെർഫെക്റ്റായ ഒരു കാര്യമാണ്. മോൾ അത് തന്നെ ചെയ്യണം. പക്ഷെ അമ്മയ്ക്കൊരു ചരിത്രമുണ്ട്. അമ്മ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതോ. അമ്മയ്ക്ക് വീട്ടിൽ പറയാൻ അപ്പനുണ്ടായിരുന്നു. അത് ഈഴവ കുടുംബമല്ലേ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാം. രതീഷ് വൈക്കം എന്നൊരാൾ 2023 ഡിസംബർ മാസം 23-ാം തീയതി ഇട്ട ഒരു പോസ്റ്റാണ്. നടൻ കൃഷ്ണകുമാർ ഈഴവ യുവതി സിന്ധുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് അയാൾ എന്തോ പുണ്യപ്രവർത്തി ചെയ്തെന്നും മഹാകാര്യം കണ്ടും നായൻസ് മുന്തിയ ഇനമാണെന്ന് പറഞ്ഞ് ഈഴവരിൽ പുതിയ ബ്രാഹ്മണരായ ചിലർ FBയിൽ പോസ്റ്റ് ഇടുന്നു. പുതിയ ബ്രാഹ്മണരാണ് ഇവർ, നായന്മാർ, അങ്ങനെ സ്വയം അങ്ങ് പ്രഖ്യാപിക്കാം. എന്നിട്ട് ഇവർ പോസ്റ്റ് ഇടുകയാണ്. കാരണം ആ സിന്ധുവിനെ കല്യാണം കഴിച്ചത് വലിയ കാര്യമാണ്. സിന്ധുവിൻ്റെ വീട്ടിൽ കയറ്റൂല, അത് വേറെ കാര്യം, അത് ബാക്കി വായിക്കട്ടെ. കമന്റുകളായി വരിവരിയായി വംശപാരമ്പര്യം അറിയാതെ തട്ടിവിടുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നത സമൂഹം എന്ന് ഞാൻ കരുതുന്ന വിഭാഗം അത് ഈഴവാദി പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ്. വളരെ ചിന്താശേഷിയുള്ളതും സ്വത്വബോധത്തിന്റെ ഔന്നിത്യത്തിൽ വിരാജിക്കുന്നവരും നായൻസിനേക്കാൾ ഉയർന്ന ജന്മപാരമ്പര്യമുള്ളതും തനത് വംശയായ ഈഴവ സ്ത്രീയെ വിവാഹം ചെയ്ത അയാൾക്ക് ജീവിതത്തിൽ അസുലഭ നിമിഷങ്ങളായി കരുതിക്കൊണ്ട് ശിഷ്ടകാലം ജീവിച്ചു പോകേണ്ട കൃഷ്ണകുമാർ, സാധാരണ കുടുംബ പശ്ചാത്തലമുള്ള കൃഷ്ണകുമാറിനെ സിന്ധുവിനെ കല്യാണം കഴിച്ചതിലൂടെ അയാൾ സന്തോഷിക്കുന്നുണ്ടാകും. സിന്ധു പ്രബലമായ ഈഴവ തറവാട്ടിലെ കുട്ടിയും കൃഷ്ണകുമാർ വാലുള്ള സമുദായവും. സിന്ധുവിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനുണ്ട്. നായൻസ് തറവാടുകളിൽ 60 വർഷം മുമ്പ് വരെ സംബന്ധത്തിലൂടെ പിറന്ന സന്തതി പരമ്പരയുടെ കണ്ണിയായ കൃഷ്ണകുമാറിനെ ഒറ്റ തന്തയ്ക്ക് പിറന്ന സിന്ധുവിനെ കെട്ടിയതിൽ അഭിമാനിക്കാം. ഇന്നും സിന്ധുവിൻ്റെ വീട്ടുകാർ ഈ ചാണകത്തിനെ അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന് കൃഷ്ണകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യമാണ്. അകറ്റി നിർത്തിയിരിക്കുന്ന തെളിവാണല്ലോ, ഫോട്ടോസിലൊന്നും കാണുന്നില്ലല്ലോ ആരെയും. എനിവേ, എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു പ്രത്യേകതരം യൂട്യൂബ് ഫാമിലിയാണല്ലോ നിങ്ങളത്. എന്തേ ആ ഫാമിലിയെ പറ്റിയൊന്നും കൂടുതൽ കാണാനുമില്ല, പറയാനുമില്ല. എന്തുകൊണ്ടാണ് കുട്ടി?
ഈ ചരിത്രം അച്ഛൻ പറയുന്നത് നിനക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പുറകിലുള്ള ആ ചരിത്രം കൂടെ നീ കേൾക്കുകയും ആസ്വദിക്കുകയും അതിനൊരു പിൻബലമായി കുറേ കാര്യങ്ങൾ നീ ചെയ്യുകയും വേണം കുട്ടിയെ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തെറ്റുകൾ മാതാപിതാക്കൾ ചെയ്താൽ കർശനമായി വിമർശിക്കുകയും തെറ്റുകൾ തിരുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യും. മക്കൾ അത് പറയുമ്പോൾ അംഗീകരിക്കുകയും ചെയ്യും ഞങ്ങൾ. ഇത് അച്ഛന് ചൂട്ടുപിടിക്കുക. ചൂട്ടുകറ്റ ഹോൾഡറായ അച്ഛന് നല്ലൊരു പാരമ്പര്യമുണ്ട് മോളെ. ആ പാരമ്പര്യം ഒന്ന് ഓർമ്മിച്ച് അയവിറക്കാൻ പറ ചാണക കൃഷ്ണകുമാറിനോട്. അല്ലാണ്ട് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്ത് സ്വയം ഇകഴ്ത്തപ്പെടാനുള്ള ചാൻസ് കൊടുക്കല്ലേ. ഈ പറഞ്ഞ ഈഴവരായിരുന്നാലും താഴോട്ടുള്ള ദളിത് പിന്നോക്ക വിഭാഗക്കാർക്ക് വീട്ടിൽ പറയാനും ചൂണ്ടിക്കാണിക്കാനും അപ്പനുണ്ടായിരുന്നു. അച്ഛനില്ലാത്ത പാരമ്പര്യമുള്ള നാട്ടിൽ ഏത് അമ്പൂരി വന്നാലും വന്ന സംബന്ധം കൂടിയിട്ട് പോകുന്ന വേശ്യാപ്പരകളുള്ളൊരു ചരിത്രം നായന്മാർക്കുണ്ട്. 60 വർഷം മുമ്പുള്ള കാര്യം ഇത് ഞാൻ പറഞ്ഞല്ല, പുള്ളി എഴുതി വെച്ചതാ. പുള്ളിയുടെ ആ സാഹിത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചുകൂടെ വിജിമ്പറിഞ്ഞ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യം കൃത്യമായി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചധികം പറയണമെന്നുണ്ട്, അനുവദിക്കത്തില്ല. തൻ്റെ പ്രായമാണ് എന്നെ അതിൽ നിന്ന് വിലക്കുന്നത്. നല്ല തമാശയാണ് കേട്ടോ, ഇത് ജോക്കായിട്ട് എടുക്കത്തില്ല. ഇത് നിനക്ക് നല്ല ചെവിട്ടിനടി തരാൻ ആളില്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നീ ജാതി അത്ര ഭയങ്കര ഉയർന്ന സംഭവമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ജീവിച്ച സാഹചര്യത്തിലേക്ക് പോയി ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യത്തിനെ എടുത്തു വെച്ച് അതിനോടനുബന്ധമായി പറഞ്ഞ വെറും തോന്നിയാസ വർത്തമാനം അല്ലാതെ ഇയാൾ പറയുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ കുറ്റകൃത്യമാണ്. ഇവിടെ അയിത്തം നിർമ്മാർജ്ജനം ചെയ്യണമെന്നും അയിത്തത്തിനെതിരെ നിയമം, ശക്തമായ നിയമം വന്ന ഒരു രാജ്യമാണ്. ഇവിടെ വർഗീയ അടിസ്ഥാനത്തിൽ, ജാതീയ അടിസ്ഥാനത്തിൽ, വർണ്ണ അടിസ്ഥാനത്തിൽ വ്യത്യസ്തത കാണിച്ചാൽ ക്രിമിനൽ കുറ്റമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തിരുന്നു കൊണ്ട് അമ്മയും അച്ഛനും മാളും കൂടെ പോക്കരത്തരം പറഞ്ഞ് കളിക്കുക. ചോദ്യം ചെയ്യപ്പെടും കേട്ടാ. കേസെടുത്തത് പോരായോ? ഇനി മോക്കെതിരെയും കൂടെ കേസ് വേണോ? എന്തിനാടി ഇങ്ങനെയാണോ ഫേമസ് ആവുന്നത്? നീ അല്ലാതെ പല കൊലങ്ങളും കാണിച്ച് ഫേമസ് ആവുന്നുണ്ടല്ലോ. അത് അച്ഛൻ്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഫേമസ് ആവലല്ലേ. ആ പാരമ്പര്യം കീപ്പ് ചെയ്താൽ പോരെ. 4 കൂടെ ചേർന്നിട്ട് വെറുതെ വായി ഉണ്ടാക്കിക്കല്ലേ. നല്ലത് പറഞ്ഞ നാക്ക് കൊണ്ട് ചീത്ത പറയിക്കല്ലേ. വെറുതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത് ഒട്ടും നല്ല നടപടിയല്ല. ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇപ്പോഴും പറയണു, തന്തയില്ലാത്ത മക്കൾക്ക് അങ്ങനെയൊക്കെ തോന്നും. തന്തയുള്ളവരെ തോന്നി കോക്കറി കാണിക്കാൻ തോന്നും. മണ്ണിൽ കുഴി കുത്തി അതിലേക്ക് ഇത് വിളമ്പി കഴിക്കുന്നത് ഭയങ്കര പാരമ്പര്യമാണെന്ന് തോന്നിയാൽ അച്ഛനും മക്കളും നാളെ മുതൽ കുഴി കുത്തി അതിനകത്തിരുന്ന് തിന്നും. ഒരു ദോഷവുമില്ല. കഴിച്ചു നോക്കൂ, അപ്പോഴറിയാം അതിൻ്റെ ടേസ്റ്റ്. നീക്കി നിർത്തപ്പെടലുകളും മാറ്റി നിർത്തപ്പെടലുകളും വരുമ്പോൾ ഉണ്ടാകുന്ന വൈമുഖ്യം, വിഷമം എന്താണെന്ന് അത് നീക്കി നിർത്തപ്പെടുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. നിന്റെ അമ്മയുടെ വീട്ടുകാർക്ക് കുറച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഈ ചാണകത്തിന് അടുപ്പിക്കാത്തത്. കാരണം വാൽ മാത്രമുള്ള ഈ വാലാട്ടികളുടെ ചരിത്രം അറിയുന്ന ഒരാളും ഇതുങ്ങളെ അടുപ്പിക്കത്തില്ല. എന്തിനാണ് വെറുതെ? സമുദായികമായോ ജാതി അധിക്ഷേപമല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നത് എത്ര വർഗീയമായ, എത്ര വൃത്തികെട്ട രീതിയിലുള്ള ജാതി അധിക്ഷേപമാണെന്ന് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? മനുഷ്യനെ മനുഷ്യനായി കാണാനും സഹജീവിയെ സഹജീവിയായി കാണാനും അംഗീകരിക്കാനും സാധിക്കാത്ത മൃഗങ്ങൾക്ക് തുല്യമായ മനുഷ്യനായി നിങ്ങളെ ഞങ്ങൾ അങ്ങ് ഒതുക്കി വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത്രയും നികൃഷ്ട മനസാക്ഷിയുള്ള നിന്നെയൊക്കെ ഇങ്ങനെയല്ല ഇതിന് മറുപടി പറയേണ്ടത്. രാഷ്ട്രീയം ഏതായിരുന്നാലും മനുഷ്യത്വപരമായി ചിന്തിച്ചുകൂടെ? എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്നത്? BJP ആണോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരെ അഫിഡവിറ്റ് എഴുതി കൊടുത്തപ്പോഴത്തെ ബ്രാഹ്മണൻ എന്തോ സംഗതിയുള്ളവനാണ്. അത് എന്തുവാടെ അയാൾക്ക്? എന്തെങ്കിലും 2 ബോൾട്ടോ കൂടുതലുണ്ടോ? 2 കിഡ്നി തന്നെയല്ലേ, കരളും ഹൃദയവും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ. കീറിയ രക്തം തന്നെയല്ലേ വരുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വ്യത്യാസതയല്ലാതെ എല്ലാം ബ്ലഡ് തന്നെയല്ലേ വരുന്നത്. എല്ലാം ഒരേ ടേമിൽ തന്നെയല്ലേ ഉണ്ടാകുന്നത്. പിന്നെ എന്ത് വ്യത്യസ്തതയാണ് ബ്രാഹ്മണൻ ഇവിടെ കണ്ടത്? ഇവിടെ പല രീതിയിലാണ് ബ്രാഹ്മണ്യത്തെ കൊട്ടിഘോഷിക്കുന്ന കുറേ മനുഷ്യർ. ബ്രാഹ്മൺസ് ഇനി ബ്രാഹ്മണൻ കുക്ക് ചെയ്താലേ ചോറ് തിന്നോളൂ. അത് അമ്പലങ്ങളിൽ പോലും. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പം റീസെൻ്റ്ലി നടന്നതാ. ബ്രാഹ്മണ കുക്ക് തന്നെ വരണം, വേവിക്കുന്നതും ബ്രാഹ്മണൻ തന്നെ ആകണം, അല്ലെങ്കിൽ തിന്നൂല, ഇറങ്ങൂല താഴോട്ട്. ഈ ബ്രാഹ്മണന്മാരെല്ലാം നിരത്തി വെച്ചിട്ട് കുഴി കുത്തിയിട്ട് അതിനകത്ത് ചോറിട്ട് കൊടുക്കണം, തിന്നടാന്ന് പറയണം. അപ്പോഴേ ഇവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഇവരുടെ അജണ്ട അനുസരിച്ചിട്ട് ഇപ്പം മോദി സർക്കാർ ഗുജറാത്തിൽ 10-11 പുറത്തുവിട്ട് എന്താണെന്നറിയാം? ബ്രാഹ്മണന്മാരാ. അയ്യോ, അവന്മാർ ബലാത്സംഗം ചെയ്താൽ കുഴപ്പമില്ല, ബ്രാഹ്മണന് ശിക്ഷ വിധിക്കാൻ പാടില്ല. അതാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ബ്രാഹ്മണൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ പാടില്ല, ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല, അവൻ എന്ത് തോന്നിവാസവും കാണിക്കാം, അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. സാധുക്കളായ ബ്രാഹ്മണർക്ക് പോലും നാണക്കേടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്ത മറ്റൊരു കാര്യം അറിയാമോ? സാധാരണ ജനങ്ങൾക്ക് വീട് പുതുക്കി പണിയുന്നതിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് സർക്കാർ ധനസഹായം. ഈ ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന 12 ലക്ഷവും 10 ലക്ഷവുമാണ്. എന്താ അല്ലേ? അഗ്രഹാരത്തിലെ സാധനത്തിന് പ്രത്യേക ഇതാ. ഇന്ന് അഗ്രഹാരത്തിൽ വീഴുന്ന തീട്ടന്മാർ തിന്നോന്ന് പറയുക നിവർത്തിയും. വളരെയധികം മോശപ്പെട്ട, വളരെ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അച്ഛൻ നടത്തുകയും ആ അച്ഛനെ നാട്ടുകാർ ഏറിൽ കയറ്റിയെങ്കിൽ അച്ഛൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് മാപ്പ് പറയുകയും ചെയ്യുന്നതിന് പകരം വീണ്ടും കളിയാക്കലും കൊണ്ട് ഇറങ്ങിയാൽ പൊന്നുമോളെ പൊങ്കാലയ്ക്ക് ഒരു കുറവും ഉണ്ടാവത്തില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊള്ളട്ടെ.
അച്ഛന് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ നിനക്ക് ചുറ്റും നടക്കുന്ന ഒരു പ്രിവിലേജ് ടീമുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, അതല്ലാത്തൊരു സമൂഹം ഇവിടെയുണ്ട്. എന്തുകൊണ്ട് ജന്തുരാജ്യത്തിനെതിരെ ഞങ്ങൾ വിലക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം തന്നെ ഇതാണ്. രാജ്യത്തെ പരമോന്നത വ്യക്തിയായി നമ്മൾ അംഗീകരിക്കുന്ന രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടില്ല. ഏത് ഉദ്ഘാടനത്തിന്? രാമന്റെ ക്ഷേത്രം ഉദ്ഘാടനത്തിന്. ഉത്തമ പുരുഷൻ രാമന്റെ ക്ഷേത്രം ഉത്കടിക്കുമ്പോൾ മുറുമുറു അത് വന്നാൽ അയുദ്ധമാകുമത്രേ, അശുദ്ധിയാകുമത്രേ. മനസ്സിലാകുന്നില്ലേ? മനുഷ്യർക്ക് തമ്മിൽ തമ്മിൽ സഹജീവി എന്ന സഹകരണമോ സ്നേഹമോ ഇല്ല. അധമനും അധകൃതനുമായി താഴ്ജാതി മേൽജാതി ഞാൻ സംഭവം മറ്റവരെല്ലാം കീഴാള വർഗം എന്ന് പറഞ്ഞ് അടിച്ചമർത്തപ്പെടുന്ന ചിന്താശേഷി ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ തലയിലേക്ക് പോലും ഇൻജെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വർഗീയത ഇവരുടെ തലയിലുണ്ട് എന്നുള്ളൊരു തെളിവാണ്. ഈ ജനറേഷനിലാണെന്ന് വിചാരിക്കുന്ന ഈ പെൺകുട്ടി പോലും ഇത്ര മ്ലേച്ഛമായി ഈ കാര്യത്തിന് ഇതിനെ പറയുന്നത്. എന്ത് സന്തോഷത്തോടു കൂടി പറയും. കിണിക്കല്ലേ മോളെ, പല്ലും 32 അടിച്ച് താഴെ ഇടും കേട്ടോ. ഈ പോക്കൃത്തരം ഇനി ആവർത്തിച്ചാൽ കൃഷ്ണ നിന്നെ പറഞ്ഞ കണക്കായിരിക്കത്തില്ലേ. പെങ്കൊച്ചിൻ്റെ പേർക്കും കൂടെ കേസ് വരുന്ന കേസുമാണ്. വെറുതെ ഒതുങ്ങി ജീവിക്കാനുള്ള പരിപാടി നോക്ക്. അതിൻ്റെ രാഷ്ട്രീയം ഓക്കെ, പക്ഷേ അതിന് ഇമാതിരി തോന്നിവാസം ഇതൊട്ടും ശരിയായ നടപടിയല്ല. മാപ്പ് പറയിക്കുകയാണ് ഇയാളെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. ഈ പൊതുസമൂഹത്തിനോട് അച്ഛനെയും മകളെയും കൊണ്ട് മാപ്പാണ് പറയിക്കേണ്ടത്. ഇവർക്ക് അറിയില്ലല്ലേ, പണ്ട് കാലഘട്ടങ്ങളിലെ കുറച്ച് ചരിത്രങ്ങൾ സിനിമയായി വിഷ്വലൈസ് ചെയ്ത് കുറേ ഉണ്ട്, കൊണ്ടിരുത്തി കാണിച്ചു കൊടുക്കണം. അതാണ് ഇവക്കുള്ള പണിഷ്മെൻറ്റ്. കണ്ട് പഠിക്കാൻ പറയണം. എന്താണ് അവഹേളനം, എന്താണ് നീക്കി നിർത്തൽ, എന്താണ് താഴ്ന്ന കുലജാതിക്കാരോട് ഇവരൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപഠിക്കാൻ പറയണം. എന്തെല്ലാം വൃത്തികേട് അതിനകത്തുണ്ടായിരുന്നു എന്നറിയാമോ? പാണനും പറയനും പൊലയനും ഒക്കെ വിവാഹം കഴിക്കാം, പക്ഷേ സംബന്ധം കൂടുക എന്നുള്ളതെന്ന് പറയുന്നത് ഏറ്റവും വലിയ കൃത്യകെട്ട വെപ്പാട്ടി സിസ്റ്റമുള്ള ഒരു കാറ്റഗറിയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കളിയാക്കാൻ നാണമില്ല നിനക്ക്. 2 കാലിൽ മന്തുള്ള നീ ആരുടെയോ കുന്നിക്കുരു നോക്കി ചിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. മ്ലേച്ഛം, ഭീകരം, ഭയാനകം, വൃത്തികേട്. ഛി.